കോട്ടയം കുറുവിലങ്ങാട് ബാറിന്റെ ഉദ്ഘാടന ദിവസം യുവാവിനെ ആക്രമിച്ച കേസിൽ ബാർ ജീവനക്കാരൻ അറസ്റ്റിൽ. MC റോഡിൽ വെമ്പള്ളി ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ച ബാറിലാണ് സംഘർഷമുണ്ടായത്. സനോജ് സുരേന്ദ്രനുണ്ട് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സനോജ്, ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാരണമെന്താണ്? കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കോട്ടയം കുറവലങ്ങാടാണ്. ഉദ്ഘാടന ദിവസം ബാറിൽ മദ്യത്തിന്റെ അളവ് കുറഞ്ഞത് ചോദ്യം ചെയ്ത നാട്ടുകാരനെ ബാറിലെ ജീവനക്കാരൻ ആക്രമിച്ചത്. നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ MC റോഡിൽ വെമ്പള്ളി ജംഗ്ഷൻ സമീപം പ്രവർത്തിക്കുന്ന ബാറാണ്. അതിന്റെ ഉദ്ഘാടന ദിവസമായിരുന്നു. ഈ ബാർ ജീവനക്കാരനായിട്ടുള്ള കുമരക സ്വദേശി ബിജുവിനെയാണ് ഈ പരാതിയിൽ മേൽ കുറവലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാറിൽ മദ്യപിക്കാനെത്തിയ വ്യക്തി ബാറിലെ മദ്യത്തിന്റെ അളവ് കുറഞ്ഞത് ചോദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ വന്ന ജീവനക്കാരൻ ഗ്ലാസ് ഉപയോഗിച്ച് നാട്ടുകാരനെ എറിഞ്ഞു വീഴ്ത്തിയതിനു ശേഷം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. തൃപ്പൂണിത്തുറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏകചക്ര ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ളതാണ് പുതുതായി തുടങ്ങിയ ഈ ബാർ. നന്ദു, തീർച്ചയായിട്ടും സനോജ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൃത്യമായ രീതിയിൽ നാട്ടുകാരനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. തുടർ നടപടികൾ അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ? ഈ ഉദ്ഘാടന ദിവസം തന്നെ ഇത്തരം സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. ഒരാൾ മദ്യപാനത്തിന്റെ ഭാഗമായി ബാറിലെത്തി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പണം നൽകി സാധനത്തിന് ഓർഡർ ചെയ്യുന്നു. ആ ഓർഡർ ചെയ്ത സാധനം ലഭിക്കുമ്പോൾ അതിന്റെ അളവിൽ കുറവ് വരുന്നു. സ്വാഭാവികമായും അദ്ദേഹം പണം കൊടുത്തത് കൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യുന്നു. ഇത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ബാർ ജീവനക്കാരൻ ഇഷ്ടപ്പെടാതെ വരികയും അദ്ദേഹം ഈ ആവശ്യപ്പെട്ട ആളെ, അതായത് ബാറിൽ മദ്യപിക്കാനെത്തിയ ആൾക്ക് നേരെ തറച്ചിരിക്കുകയും അതൊക്കെ ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് ഈ കാര്യത്തിൽ കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കുറവലങ്ങാട് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരനായിട്ടുള്ള കുമരക സ്വദേശി ബിജുവിനെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, സനോജാണ് കോട്ടയത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.